സാറിനെ ഈ കൊണ്ട് വിട്ടിട്ട് അദ്ദേഹം പോയി. പിന്നെ ഈ പാട്ട് എഴുതിനെ കുറിച്ചോ ഒന്നും ചോദിക്കാനോ പിന്നെ ഒരു നിമിത്തം ഇദ്ദേഹം KK ചന്ദ്രനെ കൊണ്ടുവന്ന് കാണിച്ചു, എന്നെ തൊടുത്ത് വിട്ടുകൊടുത്തു, ഒന്ന് ഞങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യിപ്പിച്ചു. പിന്നെ പുള്ളി ഇവിടെ മാറി. ക്ലെയിം ചെയ്യാനോ ഒന്നിനും ഇല്ല, വന്നില്ല. അത് മാത്രമല്ല പിന്നീട് ഞങ്ങൾ തമ്മിൽ കാണാനോ ജീവിതത്തിന്റെ പിന്നെ ഒരു വസന്തമായി സാർ എത്രയോ പാട്ടുകൾ ആയിരക്കണക്കിന് എഴുതിയപ്പോഴെല്ലാം ഈ മുഖം സാറിന്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല. ഞാൻ ഈ വളരെ തിരക്കിലുള്ള ഒരു ഓഫീസ് വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസ് വർക്കിലെ ഞാൻ ഈ സിനിമയിൽ വളരെ തിരക്കായിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ തയ്യാറായില്ല. കാരണം എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ സിനിമയിൽ വന്നു പോയെങ്കിലും ഒരാഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു വഴിത്തിരിവായ ഒരാൾ. പക്ഷേ നമ്മൾ ഇത്രയും നീണ്ട വർഷം സിനിമയിൽ നിന്നും ഇപ്പം സാറ് ഇത്രയും വർഷങ്ങളതിന് ശേഷവും സാർ എപ്പോഴെങ്കിലും എന്താണ് ആ ഒരു പിന്നിലുള്ള ഒരു നമുക്കൊരു കാരണക്കാരനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് മനസ്സിൽ? എനിക്ക് വളരെയധികം സ്നേഹവും ആദരവും ബഹുമാനവും നന്ദിയും ഒക്കെ ഒപ്പം കുറ്റബോധവും. എനിക്കൊന്ന് പോയി കാണാൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴെനിക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പം എവിടെയാണ്, അന്ന് എന്ത് ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അത് അന്വേഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തിരക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ തിരക്ക് ഔദ്യോഗിക രംഗത്തെ തിരക്കും പിന്നെ സിനിമാ രംഗത്തെ തിരക്കും കുടുംബത്തിലെ തിരക്കും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും തിരങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെയും തിരക്കാനൊക്കാത്ത ഒരു ജീവിത സാഹചര്യം എനിക്കുണ്ടായി. ഒരു 93 ആയപ്പോഴത്തേക്ക് എൻ്റെ പ്രിയതമയ്ക്ക് ഉണ്ടായ ഒരു അസുഖവും പിന്നെ ഒരു നിരന്തരം ഒരു 5 വർഷം അവരെ പരിചരിക്കുക, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, മറ്റൊന്നിനും എനിക്ക് സമയമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയോ ഇദ്ദേഹത്തിനെയോ വന്നല്ല വേറെ ആരെയും തന്നെ കാണാനോ അന്വേഷിക്കാനോ പോകാതെ 100% എൻ്റെ ശ്രദ്ധ അവരുടെ ശുശ്രൂഷ കാര്യങ്ങളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത സന്ദർഭത്തിൽ പിന്നെ ആരെയും കാണാൻ. നമ്മുടെ വിഷയത്തിലോട്ട് വരുമ്പോഴേ സാർ, ശരിക്കും ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിമിത്തമായി വരുന്നതിന് കാരണക്കാരാവുന്നതിൻ്റെ പിറകിൽ എന്തായിരിക്കും ശരിക്കും ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു നിയോഗമായിരിക്കാം. മേ ബി അതൊരു നിയോഗമായിരിക്കാം. അവർ നമ്മളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവർ നമ്മളെ കാണാനും നേരെ സമ്പർക്കം പുലർത്താനും നമ്മുടെ ഒന്നും ആസ്വദിക്കാനും അവർ കൂടെ നിൽക്കുന്നില്ല. അങ്ങനെ എവിടേക്കോ പോയ കുറേ മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സത്യം. ഇതിപ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങൾ കാണും അല്ലേ? നമ്മൾ അറിയപ്പെടാത്ത ചില ആളുകൾ, പിന്നീട് നമ്മൾ കാണാൻ കഴിയാത്ത ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാനായാലും തിന്മ ചെയ്യാനായാലും ചിലപ്പോൾ വന്നിരിക്കും അല്ലേ? ദ്രോഹങ്ങൾ ചെയ്യാനും ചില ആളുകൾ കാണും, ഇതുപോലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തിനെ ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് സത്യത്തിൽ എനിക്ക് പിന്നീട് ഒന്നും അന്വേഷിക്കാനും ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചിലപ്പോഴൊക്കെ പിന്നെ ആകെ എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയി. എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി പിന്നെ ഒന്നിലും ഒരു അല്ലാത്ത ഒരു ജീവിതമായി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ഇത്രയും കാലം കാണാതിരുന്ന ഒരാളല്ലേ, ഇതിലൂടെ തന്നെ വേണമെങ്കിൽ വിളിക്കാം, പറയാം അല്ലേ? ഒരു പക്ഷേ ഈ പ്രോഗ്രാം ആ സുഹൃത്ത് കാണുന്നെങ്കിൽ അദ്ദേഹം പിന്നെ എൻ്റെ ഇടയ്ക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ വരുമായിരിക്കാം, ആ ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജീവിതത്തിലേക്ക് നിയോഗമായി വന്ന ഒരു കാര്യം, ഒരു എന്താ പറയുക, ഒരു പാട്ടുകളുടെ വസന്ത് സമ്മാനിക്കാൻ കാരണക്കാരനായ ഒരാൾ. ചിലപ്പോൾ അത് ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് വിട്ടതായിരിക്കും. അങ്ങനെ മനുഷ്യ രൂപത്തിൽ എപ്പോഴും ദൈവം വരില്ലല്ലോ. ഇതുപോലെ ആരെങ്കിലും ആയിട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പലരും വഴികാട്ടികളായി. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ്, പലരും വ്യത്യസ്തമായി അവർക്ക് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു നിമിത്തമായി അല്ലെങ്കിൽ അവർക്ക് നാളെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഉൾക്കാഴ്ചയ്ക്ക് ഒരു വഴി തുറന്ന ഒരാളായാണ് അവർ മാറുന്നത്. തീർച്ചയായും എന്തായാലും ആ ഒരു ഓർമ്മ നമുക്ക് സമ്മാനിച്ചതിന് സാറിന് പ്രത്യേകം നന്ദി. തുടർന്ന് എല്ലാ ആരോഗ്യങ്ങളും തുടർന്നുള്ള എല്ലാ കലാസൃഷ്ടികൾക്കും ആശംസ നേരുന്നു ഈ അവസരത്തിൽ. ഒപ്പം പ്രേക്ഷകരോട് നമ്മളിന്ന് ഈ ആഴ്ച ചുനക്കര സാറുമായിട്ടുള്ള ഈ അധ്യായത്തിൽ നിന്ന് വിട പറയുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ.